നമസ്കാരം സുഹൃത്തുക്കളെ, വിരാട വിനോദം ദ 60+ സെക്ഷൻ്റെ പുതിയ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഞാൻ വിനോദാണ്. ഇത് തൊടുപുഴ ഗാന്ധി സ്ക്വയറാണ്. തൊടുപുഴ ടൗണിലുള്ള ഗാന്ധിജിയുടെ പ്രതിമയുള്ള ഗാന്ധി സ്ക്വയർ. തൊടുപുഴ പട്ടണത്തിൽ നിന്ന് മൂലമറ്റത്തിനുള്ള റോഡിലാണ് ഞാൻ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനായിട്ടാണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഇവിടെ എത്തിയത്. ഈ കല്യാണം നടക്കുന്ന സ്ഥലമാണിത്. ഇതിൻ്റെ പേര് മാടപ്പറമ്പിൽ റിസോർട്ട്സ് എന്നാണ്. ഇത് തൊടുപുഴയിൽ നിന്ന് ഏതാണ്ട് 3 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ഒരു സ്ഥലമാണ്. മനോഹരിയായ തൊടുപുഴ ആറിൻ്റെ തീരത്താണ് ഈ റിസോർട്ട് സ്ഥിതി ചെയ്യുന്നത്. റിസോർട്ടിൽ നല്ല ആംബിയൻസ് ഉള്ള, ഇപ്പോൾ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൻ്റെയൊക്കെ കാലമാണല്ലോ, അപ്പം നല്ല ആംബിയൻസ് ഉള്ള ഒരു റിസോർട്ടും ബാങ്കറ്റ് ഹാളും ഒക്കെയാണ് ഇവിടെയുള്ളത്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഒരുപാട് കല്യാണങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ട്. മിക്കവാറും വരുമ്പോൾ കല്യാണ തിരക്കിൽ നമ്മൾ പെട്ടുപോകാറുള്ളത്. പക്ഷേ ഇന്ന് അല്പം നേരത്തെ എത്താൻ പറ്റി. കല്യാണ പാർട്ടികൾ പള്ളിയിൽ നിന്ന് ഇവിടെ എത്തിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ച് സമയമുള്ളത് കൊണ്ട് എന്നാൽ ഈ റിസോർട്ടൊക്കെ ഒന്ന് നോക്കി കണ്ട് അതിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത് നിങ്ങളെ ഒന്ന് കാണിച്ചേക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ശരിക്കും റിസോർട്ടിൻ്റെ കെട്ടിടം. ഇതിൽ 2700 രൂപ മുതൽ മുറികളുണ്ടെന്നാണ് ഇവരുടെ വെബ്സൈറ്റിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അതുപോലെ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കോൺഫറൻസ് ഹാളും ഒരു ഡൈൻ ഔട്ട് ഏരിയയും ഒക്കെ ഇവിടെയുണ്ട്. ഇന്നത്തെ കല്യാണത്തിൻ്റെ രാത്രി പ്രോഗ്രാം ഈ സ്ഥലത്ത് വെച്ചാണ് നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡെക്കറേഷനൊക്കെ ഇവിടെ പുരോഗമിക്കുന്നുള്ളൂ. അതുപോലെ പുഴയിലേക്ക് ഇറങ്ങിയിരിക്കാവുന്ന ഒരു സ്ഥലമൊക്കെ ഈ റിസോർട്ടിനുണ്ട്. നല്ല ഭംഗിയുള്ള ഒരു സ്ഥലമാണ്. തൊടുപുഴയാറ് സാധാരണഗതിയിൽ നിറഞ്ഞു കിടക്കേണ്ടതാണ്. പക്ഷേ മൂലമറ്റത്ത് ജനറേറ്ററിൻ്റെ മെയിൻ്റനൻസ് നടക്കുന്നത് കാരണം ഷട്ടർ അടച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് പുഴയിൽ വെള്ളം വളരെ കുറവാണ്. അല്ലെങ്കിൽ വളരെ ഭംഗി, ഏത് വേനൽക്കാലത്ത് വന്നു കഴിഞ്ഞാലും നിറഞ്ഞു കിടക്കുന്ന പുഴയാണ് തൊടുപുഴയാറ്. അത്ര സുന്ദരിയായിട്ടുള്ള ഒരു പുഴയാണ്. അപ്പോൾ പുഴയുടെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ താഴെ നിന്ന് പോയി കണ്ടു. ഈ റിസോർട്ടിൻ്റെ ഭംഗിയൊക്കെ ഒന്ന് ആസ്വദിച്ച് നമുക്ക് ബാങ്കറ്റ് ഹാളിലേക്ക് നമുക്കൊന്ന് പോവാം. നമുക്ക് എന്ത് രസമാണെന്ന് നോക്കിയത് കാണാനായിട്ട്. അപ്പോൾ താഴെ നിന്ന് ഇറങ്ങിയിട്ട് ഞാൻ മുകളിലേക്ക് കയറി വരികയാണ്. ഈ ദൂരെ കാണുന്നതാണ് ബാങ്കറ്റ് ഹാള്. വണ്ടി പാർക്ക് ചെയ്യാൻ ഇവിടെ ആവശ്യത്തിന് സ്ഥലമുണ്ട്. ഇതില്ലെങ്കിൽ റോഡിൻ്റെ മറുവശത്ത് പാർക്കിംഗ് ഏരിയ, ഇഷ്ടം പോലെ പാർക്കിംഗ് ഏരിയ ഉണ്ട് കേട്ടോ. ഇത് ഇവിടെ നമ്മൾക്ക് കയറി നിന്ന് പുഴയുടെ ഭംഗി ആസ്വദിക്കാൻ പറ്റിയ ഒരു സ്ഥലമാണ്. ഞാൻ അവിടേക്ക് കയറി നിന്ന് നോക്കി. നല്ല രസമുണ്ട്. പുഴ നിറഞ്ഞു കിടക്കുവാണെങ്കിൽ അതിമനോഹരമാണ്. തൊടുപുഴയാറ് അല്ലേ തന്നെ വളരെ മനോഹരിയായിട്ടുള്ളൊരു പുഴയാണ് തൊടുപുഴയാറ്. പെരിയാറിൻ്റെ കൈവഴിയാണെന്നുള്ളതും നിങ്ങൾക്കറിയാമല്ലോ. നമുക്ക് ബാങ്കറ്റ് ഹാളിൻ്റെ പരിസരത്തേക്കൊന്ന് പോവാം. താഴെ പുഴയിലേക്ക് നോക്കിയാൽ നമ്മളൊരു ഒരു ഒരു കൊക്കിനെ കണ്ടു. ഒരു കൊക്കും പതിയെ മീൻ പിടിക്കാനായിട്ട് നടക്കുകയാണ്. ധാരാളം മത്സ്യങ്ങളെ ഈ സമയത്ത് ആൾക്കാർ പിടിച്ചിട്ടുണ്ടാകാറുണ്ട്. കാരണം വെള്ളം കുറയുന്ന സമയത്ത് ഇവിടെ ഈ പുഴയിൽ വളരെയധികം മത്സ്യസമ്പത്ത് ഉണ്ടാകാറുണ്ട്. ആൾക്കാർ വന്ന് പിടിക്കുന്നതൊക്കെയാണ്. ഇവിടെ വെഡ്ഡിങ്ങിന് മുമ്പുള്ള റിസപ്ഷൻ്റെ സ്റ്റാർട്ടർ ഒക്കെ പരിപാടികളൊക്കെ തുടങ്ങി കഴിഞ്ഞു. വെഡ്ഡിങ് പാർട്ടി ഇതുവരെ പള്ളിയിൽ നിന്ന് എത്താത്തത് കൊണ്ട് നമ്മൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ആ സമയത്ത് നമുക്ക് ഈ കാഴ്ചകളൊക്കെ കാണാനായിട്ട് പറ്റും. എൻ്റെ സുഹൃത്ത് ഇലക്ട്രിസിറ്റി ബോർഡിൽ നിന്നും റിട്ടയർ ചെയ്ത ശ്രീ സൈമൺ പിയുടെ മകളാണ് ഈ ഡോക്ടർ അഖില. ഡോക്ടർ അഖിലയുടെ ജൂബിൻ ജെയിംസിൻ്റെയും കൂടെ കല്യാണമാണ്. കല്യാണം തൊടുപുഴ അമ്രാല പള്ളിയിൽ വെച്ചാണ് നടക്കുന്നത്. അപ്പം നമുക്ക് ബാങ്കറ്റ് ഹാളെന്ന് കാണാം. 1000-ഓളം പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന എയർ കണ്ടീഷൻസ് ചെയ്തിട്ടുള്ള സെമി റൂഫ് ചെയ്തിട്ടുള്ള ബാങ്കറ്റ് ഹാളാണ്. അത്യാവശ്യം വലിയ ഒരു ഫങ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന ബാങ്കറ്റ് ഹാളാണ്.
നമുക്കിനി പുറത്തേക്ക് കിടക്കാം, സ്റ്റാർട്ടറൊക്കെ കഴിക്കാം. ഒരു ചൂടൻ ലെമൺ ടീയും കൂടെ കഴിക്കാം. ഈ ബാങ്കറ്റ് ഹാളിൻ്റെ സൈഡിൽ നന്നായിട്ടൊരു ബുഫേ സംവിധാനം ചെയ്യാനുള്ള ഏരിയയുണ്ട്. അപ്പം നമ്മൾക്ക് പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കാൻ ഉള്ള സൗകര്യവും റിസോർട്ടിനുണ്ട് കേട്ടോ. അതൊക്കെ ഒരു നല്ല രസമുള്ള ഒരു അനുഭവം തരുന്നതാണ് ഇവിടുത്തെ ഈ ബാങ്കറ്റ് ഹാള്. ഏതൊക്കെയാലും ഇത്രയും സമയമായ സ്ഥിതിക്ക് ഭക്ഷണമൊക്കെ വിളമ്പി തുടങ്ങി. അപ്പം ഞാൻ ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് റോഡിന് ഹോളിന് വെളിയിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് ഇതിനോട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റ് കാണാം. റിപ്പിൾസ് എന്നാണ് അതിൻ്റെ പേര്, റിപ്പിൾസ് റെസ്റ്റോറൻറ്റ്. ആ റെസ്റ്റോറൻറ്റാണ് നിങ്ങളീ കാണുന്നത്. ഇവിടെയൊക്കെ വിവാഹ പാർട്ടിയുടെ വാഹനങ്ങൾ ഇപ്പോൾ പാർക്ക് ചെയ്തിരിക്കുകയാണ്. ഈ കാണുന്നതാണ് റിപ്പിൾസ്. റിപ്പിൾസിൽ ഒരേ സമയം 100-150 പേർക്ക് ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. ഒരു ഭാഗം AC ഹാളുണ്ട്, ഓപ്പൺ എയർ സംവിധാനമുണ്ട്. അപ്പോൾ വെളിയിലേക്ക് നമുക്ക് ഈ പറഞ്ഞ പോലെ പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഭക്ഷണം കഴിക്കുകയും ചെയ്യാം. അപ്പോൾ ഇതിലൂടെ വരുന്നവർക്ക് വേണമെങ്കിൽ ഇവിടെ കയറി ചെറിയൊരു ഭക്ഷണം കഴിച്ചിട്ട് മൂലമറ്റത്തൊക്കെ പോകുന്ന ആൾക്കാർക്ക് വേണമെങ്കിൽ ഭക്ഷണമൊക്കെ കഴിച്ച് പുഴയുടെ സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് ഭക്ഷണമൊക്കെ കഴിക്കാനുള്ള സംവിധാനവും ഇവിടെയുണ്ട്. അങ്ങനെ ഈ മാടപ്പറമ്പ് റിസോർട്ട്സിൻ്റെയും റിവർ ബാങ്ക് റിസോർട്ടിൻ്റെയും മാടപ്പറമ്പിൽ ബാങ്കറ്റ് ഹാളിൻ്റെയും റിപ്പിൾസ് മൾട്ടി ക്യൂസിൻ റെസ്റ്റോറൻറ്റിൻ്റെയും വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കാതിരിക്കുക. അതുപോലെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി.